ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA BSc കോമൺ കോഴ്സ് 4ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ മൊഡ്യൂളിലുള്ള ഒരു പാഠഭാഗമാണ് പത്രഭാഷയിലെ വൃഥാസ്ഥൂലത എന്നത്. CV വാസുദേവ ഭട്ടതിരിയുടെ ഈ പാഠഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. സാധാരണ നമ്മൾ പറഞ്ഞു പോകുന്നത് പോലെ കഥയും കവിതയും ഇതര ലേഖനങ്ങളും പഠിക്കുന്നത് പോലെ എളുപ്പത്തിൽ അങ്ങനെ കടന്നു പോകാവുന്ന ഒന്നല്ല ഈ ലേഖനം. പത്രഭാഷയിൽ വരുന്ന ചില തെറ്റുകൾ, ഭംഗിക്ക് വേണ്ടി എന്ന മട്ടിൽ ഉപയോഗിക്കുന്ന ചില വൃഥാസ്ഥൂലതകൾ, വലിച്ചു നീട്ടലുകൾ, ഇവയൊക്കെ ഉദാഹരണ സഹിതമാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഓരോന്നിനെയും എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്, ഉദാഹരണങ്ങൾ എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക ആ രീതിയിലായിരിക്കും. അതുകൊണ്ട് ചോദ്യോത്തര രൂപത്തിൽ കടന്നു പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഈ പാഠഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് വളരെ ലഘുവായി ലേഖകനെ ഒന്ന് പരിചയപ്പെടാം. CV വാസുദേവ ഭട്ടതിരി മലയാള ഭാഷാ പണ്ഡിതനും ഗ്രന്ഥകാരനുമാണ്. 1920 ഏപ്രിൽ 20 അദ്ദേഹം ജനിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ പന്തളം ചെറുമുഖയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. BA, BL, B.Ed, MA സംസ്കൃതം, MA മലയാളം എന്നീ പരീക്ഷകൾ പാസ്സായി കുറച്ചുകാലം സ്കൂൾ അധ്യാപകനായി പ്രവർത്തിച്ചു. ദീർഘകാലം ബിഷപ്പ് മൂർ കോളേജ് മാവേലിക്കരയിൽ സംസ്കൃതം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. അഭിഭാഷകനായും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. വിശ്വവിജ്ഞാനകോശത്തിൻ്റെ എഡിറ്റർ എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ഭഗവത്ഗീത, ഗീതാഗോവിന്ദം, ചിന്താവിഷ്ടയായ സീത, കിരാതം തുള്ളൽ, കേരള പാണിനീയം ഇവയ്ക്ക് വ്യാഖ്യാനങ്ങൾ രചിച്ചു. നാരായണീയം, സുഭാഷിത ത്രിശതി, ഭഗവത്ഗീത, വിശാഖവിജയം, ധ്വന്യാലോകം, കുവലയാനന്ദം എന്നീ ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിൽ നിന്നും, അതുപോലെ അൽബേർ കമ്യുവിൻ്റെ അന്യർ, പതനം എന്നീ നോവലുകൾ ഫ്രഞ്ചിൽ നിന്നും വിവർത്തനം ചെയ്തു. രാമവിചാരധാര എന്ന കവിത, ഭാരതീയ ദർശനങ്ങൾ, നല്ല മലയാളം, പത്രഭാഷ, അഭിനവ മലയാള വ്യാകരണം, ഭാഷാശാസ്ത്രം, കേരള പാണിനീയത്തിലൂടെ, ഭക്തിയോഗം നാരായണീയത്തിൽ, ഔചിത്യവിചാരം, രാമായണം, യുദ്ധകാന്ഡം, നിയമം അന്നും ഇന്നും, ചെസ്സ്, ഭാരതേന്ദു തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കൃതികൾ. ഭാരതേന്ദു എന്നത് സംസ്കൃത മഹാകാവ്യമാണ്. ഭാരതീയ ദർശനങ്ങൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരവും, ഭക്തിയോഗം നാരായണീയത്തിൽ എന്ന കൃതിക്ക് ഗുരുവായൂർ ദേവസ്വം പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2008 മാർച്ച് 26 അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ പത്രഭാഷ എന്ന ഗ്രന്ഥത്തിലെ ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ള പത്രഭാഷയിലെ വൃഥാസ്ഥൂലത എന്ന പാഠഭാഗം. വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ വളരെയേറെ വികസിച്ച ഒരു ഭാഷയാണ് നമ്മുടെ മലയാളം. വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ വളരെയേറെ വികസിച്ച ഒരു ഭാഷയാണ് നമ്മുടെ മലയാളം. അത് ആസൂത്രിതമായതോ നിയന്ത്രിതമോ ആയ ഒരു വികസനമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയിൽ അബദ്ധസഞ്ചാരം ധാരാളം ഉണ്ടായിട്ടുണ്ട്. അബദ്ധസഞ്ചാരത്തിലേക്ക് അത്തരത്തിലുള്ള വികസനം വഴി തെളിയിച്ചിട്ടുണ്ട് എന്നാണ് ലേഖകൻ പറയുന്നത്. പലതരത്തിലുള്ള വൈകല്യങ്ങളും ഭാഷയിൽ വന്നു ചേർന്നിട്ടുണ്ട്. എന്നാൽ നമ്മളൊന്ന് മനസ്സുവെച്ചാൽ അത്തരം വൈകല്യങ്ങളെയൊക്കെ പരിഹരിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇത്തരം വൈകല്യങ്ങൾ വരാൻ കാരണം ഉത്തരവാദികൾ തർജ്ജമക്കാരാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. ഏതു ഭാഷയ്ക്കും ചില സവിശേഷതകളുണ്ടല്ലോ, അതത് ഭാഷയുടേതായ സവിശേഷതകൾ. അത് തർജ്ജമക്കാർ മറന്നുപോകുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. അത് മറന്ന്, ഭാഷയുടെ സവിശേഷതകളെ മറന്ന് സംസ്കൃതത്തെയും ഇംഗ്ലീഷിനെയും വേണ്ടതിലേറെ ആശ്രയിക്കുന്നത് കൊണ്ടുണ്ടായ ഒരു ദോഷമാണ് മലയാളത്തിന് സംഭവിച്ചത് എന്നും, മലയാളം വികൃതമാവാൻ കാരണം ഈ ഒരു ആശ്രയശീലമാണ് എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം ഏതാനും ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ന് നമ്മൾ ഉപയോഗിച്ചു വരുന്ന ചില പദങ്ങളാണ് ആ ഉദാഹരണങ്ങൾ. ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ നാം
സംസ്കൃതത്തിനെ അമിതമായി ആശ്രയിച്ചു. അങ്ങനെ മലയാളികൾക്ക് മനസ്സിലാവാത്ത ചില പദങ്ങൾ ഉദിച്ചു എന്നാണ് അദ്ദേഹം ഈ ഉദാഹരണത്തിലൂടെ കണ്ടെത്തുന്നത്. ഈ ഉദാഹരണം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ധ്രുവീകരണം, പുനഃസാമൂഹ്യവൽക്കരണം, ശൈലീവൽക്കരണം എന്നിങ്ങനെയുള്ള പദങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഈ പദങ്ങളൊക്കെ തർജ്ജമയിലൂടെ വന്നതാണ്. പോളറൈസേഷൻ എന്ന വാക്കിൻ്റെ മലയാളമായിട്ടാണ് ധ്രുവീകരണം എന്ന പദം ഉപയോഗിക്കുന്നത്. റീസോഷ്യലൈസേഷൻ എന്ന പദത്തിന് പകരമായി ഉപയോഗിക്കുന്ന മലയാളം വാക്ക് പുനഃസാമൂഹ്യവൽക്കരണം എന്നതാണ്. സ്റ്റൈലൈസേഷൻ എന്നുള്ളതിന് ശൈലീവൽക്കരണം എന്നും. എന്താണ് ധ്രുവീകരണം, സാമൂഹ്യവൽക്കരണം, ശൈലീവൽക്കരണം എന്നത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് പിന്നീട് വിശദീകരിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ മലയാളം ഭാഷയിലേക്ക് അത് മാറ്റുന്നത്. ആ മലയാളവും മനസ്സിലാകാത്ത വിധത്തിലേക്കാണ് തർജ്ജമക്കാർ കൊണ്ടുവരുന്നത്, ചില പുതിയ പദങ്ങൾ ആവിഷ്കരിക്കുന്നത്. ഇത്തരത്തിലുള്ള പരിഭാഷകൾ നിരർത്ഥമാണ് എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നൊരു കാര്യം. ഇത് മലയാള വ്യാകരണ സമ്മതമായിട്ടുള്ള പദമല്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ സാധാരണയായി കേൾക്കുന്ന 3 പദങ്ങളാണ് ജാള്യത, വേഗത, പ്രാധാന്യത എന്നിങ്ങനെ. ഇത് തെറ്റായ പ്രയോഗമാണ്. ജാള്യം, വേഗം, പ്രാധാന്യം എന്നിങ്ങനെയാണ് അതിൻ്റെ ശുദ്ധരൂപങ്ങൾ. ശുദ്ധരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയായ രൂപങ്ങൾ. അപ്പോൾ ശുദ്ധരൂപം പ്രയോഗിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന ചോദ്യം വരും. കുഴപ്പമുണ്ട്. അങ്ങനെ പ്രയോഗിച്ചാൽ അക്ഷരപ്പെരുപ്പമുണ്ട്. അക്ഷരപ്പെരുപ്പം കൊണ്ടുള്ള സ്ഥലകാല നഷ്ടമുണ്ട്, അഭംഗിയുണ്ട്. ഇതാണ് ശുദ്ധരൂപങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു 2 പദങ്ങളുണ്ട്. വാചാലത, അതുപോലെ സൗഹാർദ്ദപരമായ സംഭാഷണം. ഇത് രണ്ടും തെറ്റാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. വാചാലത എന്നതിൻ്റെ ശരിയായ രൂപം വാഗ്മിത എന്നാണ്. സൗഹാർദ്ദപരമായ സംഭാഷണം എന്നത് സുഹൃത് ഭാഷണം എന്നതാണ് ശരി. വാഗ്മിതയ്ക്ക് പകരം വാചാലത എന്നുപയോഗിക്കുമ്പോൾ സുഹൃത് ഭാഷണത്തിന് പകരം സൗഹാർദ്ദപരമായിട്ടുള്ള സംഭാഷണം എന്നുപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അക്ഷരപ്പെരുപ്പം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ദുഷ്പ്രതീതി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില തെറ്റായ രൂപങ്ങളുണ്ട്. വിമ്മിഷ്ടം, എനിക്ക് വിമ്മിഷ്ടമായി എന്നൊക്കെ പറയും. വിമ്മിഷ്ടം അല്ല ശരി, വിമ്മിഷ്ടം ആണ്. അനിർവാര്യം എന്ന് പറയാറുണ്ട്. അനിവാര്യം എന്നതാണ് ശരി, അനിർവാര്യമല്ല. പർപ്പടകം എന്ന് പറയാറുണ്ട്. അല്പം സംസ്കൃതീകരിച്ചൊക്കെ പറയുന്നതാണ്. പപ്പടം എന്നതിന് പറയുകയാണ് പർപ്പടകം എന്നൊക്കെ. അത് തെറ്റാണ്, പപ്പടം ആണ് ശരി. സ്വര്യം എന്ന് പറയാറുണ്ട് ചില ആൾക്കാർ. സ്വര്യം അല്ല ശരി, സ്വൈരം ആണ്, സ്വൈരം. അപ്പോൾ ഇതൊക്കെ എഴുത്തിലാണ് സാധാരണ വരാറുള്ളത്. ചിലതൊക്കെ നമ്മളുടെ ഭാഷയിൽ, നമ്മുടെ വാചിക വൃത്തിയിലും കടന്നു വരാറുണ്ട്. ഇത്തരത്തിലുള്ള ചില ഉദാഹരണങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പത്രഭാഷയിലെ തെറ്റുകൾ അദ്ദേഹം എടുത്തു പറയുന്നത്. ആദ്യം ലിപി വിന്യാസത്തിൽ വരുന്ന ചില തെറ്റുകളെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കുറച്ചു കാലം മുമ്പ് വരെ ഉപയോഗിച്ചിരുന്ന ചില ലിപി വിന്യാസമാണ്. സൂര്യൻ എന്നത് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്. ഉച്ചരിക്കുന്നത് സൂര്യൻ എന്ന് തന്നെയാണ്, പക്ഷേ ലിപി സ്ക്രീനിൽ കൊടുത്തതുപോലെയായിരുന്നു. പർവ്വതം, തത്വം, അർത്ഥം, അധ്യാപകൻ എന്നിങ്ങനെയാണ് എഴുതി വന്നിരുന്നത്. ഇത് കൂട്ടക്ഷരമാണ് കേട്ടോ. ഇതിനെ നമ്മൾ പിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വിധത്തിലായിരിക്കും എഴുതുക. ഉച്ചരിക്കുന്നത് സൂര്യൻ, പർവ്വതം എന്നിങ്ങനെയൊക്കെ തന്നെയാണ്. പിരിച്ചെഴുതുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് അധികമായിട്ടുള്ള അക്ഷരങ്ങളുടെ പ്രയോഗമാണ്. അങ്ങനെ എഴുതണമെന്നില്ല. ഇനി സ്ക്രീനിൽ കാണുന്ന മട്ടിൽ ലളിതമായിട്ട് എഴുതാവുന്നതാണ്. അത് ഉച്ചരിക്കുന്നത് സൂര്യൻ, പർവ്വതം, തത്വം, അർത്ഥം, അധ്യാപകൻ എന്നിങ്ങനെ തന്നെയാണ്. ഇതാണ് ലിപി വിന്യാസത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് അധികമായി NV കൃഷ്ണവാര്യർ അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഇനി
പ്രത്യയങ്ങൾ എങ്ങനെയാണ് അധികമായി ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് പ്രത്യയം എന്ന് മനസ്സിലാക്കണം. രണ്ട് പദങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളെയാണ് പ്രത്യയം എന്ന് പറയുക. ഉദാഹരണത്തിന് അവൻ, കുട, ഇത് രണ്ട് പദങ്ങളാണ്. അവൻ എന്ന പദവും കുട എന്ന പദവും. അപ്പോൾ ഈ രണ്ട് പദങ്ങൾക്കും പരസ്പര ബന്ധമില്ല, രണ്ടും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്നതാണ്. അതിനെ പരസ്പരം ബന്ധിപ്പിക്കണമെങ്കിൽ ഇടയ്ക്ക് ഒരു ശബ്ദം ചേർക്കണം. അതേതാണ്? അവൻ്റെ. ൻ്റെ എന്ന ശബ്ദം ചേർക്കുമ്പോഴാണ് അത് തമ്മിൽ ബന്ധമുണ്ടാവുന്നുള്ളൂ. അവൻ്റെ കുട എന്ന് ചേരുമ്പോഴാണ് ആ കുടയും അവനും തമ്മിൽ ബന്ധമുണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഈ രണ്ട് പദങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ശബ്ദമുണ്ട്, ൻ്റെ. ഇതാണ് പ്രത്യയം എന്ന് പറയുന്നത്. അത് അവൾ കുട എന്നാണെങ്കിലോ ൻ്റെ എന്നല്ല വരിക, അവളുടെ കുട എന്നാണ്. അപ്പോൾ അവിടെ പ്രത്യയം എന്താണ്? ഉടെ എന്നതാണ്. ഇങ്ങനെയുള്ള പ്രത്യയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇനി സൂചിപ്പിക്കുന്നത്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നുള്ളതിന് അപകർഷതാബോധം എന്ന് പരിഭാഷപ്പെടുത്താറുണ്ട്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. അപകർഷബോധം എന്നതാണ് ശരി. അപകർഷത എന്ന് ത എന്ന പ്രത്യയം അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അവകൾ, ഇവകൾ എന്നൊക്കെ പറയാറുണ്ട്. അവ, ഇവ എന്ന് പറഞ്ഞാൽ മതി, അവകൾ എന്ന് പറയണ്ട. അപ്പോൾ കൾ എന്നത് ഇവിടെ ആവശ്യമില്ലാത്തതാണ്. അതുപോലെ നമ്മൾ പറയാറുണ്ട്, എനിക്ക് അസൗകര്യങ്ങളുണ്ട്, ഞാൻ ചില ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. അസൗകര്യങ്ങൾ എന്ന് വേണ്ട, അസൗകര്യം എന്ന് മതി. ഏർപ്പാടുകൾ എന്ന് വേണ്ട, ഏർപ്പാട് മതി. ക്രമീകരണങ്ങൾ, ചെലവുകൾ, ഇവയിലൊക്കെ കൾ എന്നത് അധികമാണ്. മലയാളികൾ സ്വാഭാവികമായി ഉപയോഗിച്ചു പോരുന്ന ഒന്നാണത്, അസൗകര്യങ്ങൾ എന്നതൊക്കെ. അപ്പോൾ ഈ കൾ എന്നതിനോടുള്ള പ്രതിപത്തി നാം ഒഴിവാക്കേണ്ടതുണ്ട് എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സംഖ്യാവാചകങ്ങൾ പറയുമ്പോൾ നമ്മൾ ബഹുവചന സൂചകമായിട്ടുള്ള കൾ ഉപയോഗിക്കാറുണ്ട്. 4 ദിവസങ്ങൾ, 10 പുസ്തകങ്ങൾ, 10 വർഷങ്ങൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഒരു സംഖ്യ പറയുമ്പോൾ ആ സംഖ്യയ്ക്ക് ശേഷം ബഹുവചന രൂപം പറയേണ്ടതില്ല. കാരണം സംഖ്യ തന്നെ ബഹുവചനമാണ്. 2 പുസ്തകങ്ങൾ എന്ന് പറയേണ്ടതില്ല, 2 പുസ്തകം എന്ന് പറഞ്ഞാൽ മതി. കാരണം 2 എന്ന് പറയുന്നത് ബഹുവചന സൂചകമാണ്. ഒന്നിലേറെ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണല്ലോ 2. അപ്പോൾ പിന്നെ കൾ എന്നത് ഉപയോഗിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. അതാണ് ശരി. അതുപോലെ നപുംസകങ്ങളോടൊപ്പം കൾ എന്ന് ചേർക്കേണ്ടതില്ല. ഉദാഹരണത്തിന് ആകർഷകങ്ങളായ വസ്തുക്കൾ എന്ന് പറയും. അത് തെറ്റാണ്. ആകർഷകമായ വസ്തുക്കൾ എന്ന് മതി. വസ്തുക്കൾ എന്നത് ബഹുവചനമാണ്. എങ്കിൽ പോലും ആകർഷകങ്ങൾ എന്ന് പറയേണ്ടതില്ല, ആകർഷകമായ വസ്തുക്കൾ എന്ന് മതി. സുലഭങ്ങളായ സസ്യങ്ങൾ, സുലഭങ്ങളായ എന്ന് പറയേണ്ട, സുലഭമായ സസ്യങ്ങൾ എന്ന് മതി. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നൊരു തെറ്റായ പദമാണ് ആകർഷണീയം എന്നത്. ആകർഷണീയം എന്നത് അട്രാക്റ്റീവ് എന്ന ഇംഗ്ലീഷ് പദത്തിന് സമാനമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് ആകർഷകം എന്ന് ഉപയോഗിച്ചാൽ മതി. അതാണ് അതിൻ്റെ ശരിയായ രൂപം. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ശബ്ദശുദ്ധി മാത്രമല്ല, ലിപിലാഭമുണ്ട്, സ്ഥലലാഭമുണ്ട്, സമയലാഭവുമുണ്ട്. അതുപോലെ ചില തെറ്റായ പദങ്ങളെയും അതിൻ്റെ ശരിയായ രൂപങ്ങളെയും പറയാം. 4 വർഷങ്ങൾക്ക് മുമ്പ് എന്നത് തെറ്റായ രൂപമാണ്. 4 വർഷം മുമ്പ് എന്നതാണ് ശരി. രാഷ്ട്രീയപരം, സാമുദായികപരം എന്നതൊക്കെ തെറ്റാണ്. ഈ പരം എന്നത് അധികമാണ്, അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയ, സാമുദായിക എന്ന് മതി. എന്നാൽ മതപരം, വ്യക്തിപരം എന്ന് പറയുന്നതൊക്കെ ശരിയാണ്. എന്നാൽ ഓർക്കേണ്ട കാര്യം, മതപരമായ കാര്യം എന്ന് പറയേണ്ടതില്ല, മതകാര്യം എന്ന് മതി. ഈ പരം എന്നത് ചില സ്ഥലങ്ങളിൽ ഒരർത്ഥവും സൂചിപ്പിക്കുന്നില്ല. സൗഹാർദ്ദപരമായ സംഭാഷണം എന്ന് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം സൗഹാർദ്ദത്തോടു കൂടിയ സംഭാഷണം എന്നാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം അതല്ല. സൗഹാർദ്ദത്തെ പറ്റിയുള്ള സംഭാഷണം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. യഥാർത്ഥ അർത്ഥം കിട്ടണമെങ്കിൽ സൗഹൃദത്തോടെയുള്ള സംഭാഷണം എന്ന് പറയേണ്ടി വരും. അപ്പോൾ പരം എന്ന് ഉപയോഗിക്കുന്നത് യഥാർത്ഥ അർത്ഥം കിട്ടാതെ വരുന്നതിന് കാരണമാവും എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്.
പ്രത്യയങ്ങൾ എങ്ങനെയാണ് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. ഇനി വിശേഷണ രൂപത്തിൽ വരുന്ന ചില തെറ്റുകളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയും ഒരു ചോദ്യം വരാം. ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ മൂലഭാഷയിലെ പദരൂപത്തിന് പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല എന്ന് വിവർത്തകർ മറന്നു പോകുന്നുണ്ട്. വിവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഭാഷയിലേക്കാണോ വിവർത്തനം ചെയ്യുന്നത് ആ ഭാഷയുടെ രൂപമാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള ചില തെറ്റുകളൊക്കെ കടന്നു വരുന്നത്. അതുപോലെയുള്ള ചില തെറ്റുകളിലേക്ക്, ലീഗൽ പ്രൊസീജിയർ എന്നതിന് നിയമപരമായ നടപടി എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. നിയമ നടപടി എന്ന് മതി. ഇനി നോക്കൂ, സ്ക്രീനിൽ കാണാം. ആദ്യം തെറ്റായ രൂപവും പിന്നീട് ശരിയായ രൂപവും പറയുന്നു. ശാരീരിക ശക്തി തെറ്റായ രൂപമാണ്. ശരീരശക്തിയാണ് ശരി. മാനസിക രോഗം തെറ്റാണ്. മനോരോഗം എന്ന് മതി. വ്യാവസായിക വിപ്ലവം തെറ്റാണ്. വ്യവസായ വിപ്ലവം എന്ന് മതി. ഗാർഹിക വിനോദം തെറ്റാണ്. ഗൃഹവിനോദം എന്ന് മതി. സ്ത്രൈണ സ്വഭാവം എന്നത് തെറ്റാണ്. സ്ത്രീ സ്വഭാവം എന്ന് മതി. വൈയക്തിക വിരോധം എന്നത് തെറ്റാണ്. വ്യക്തിവിരോധം എന്നതാണ് ശരി. അതുപോലെ പ്രസംഗകരൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു തെറ്റാണ്, ഞാൻ കണ്ടിട്ടുള്ളതായ ഒരു വിശേഷം എന്തെന്നാൽ എന്നൊക്കെ അവർ പറയും. അപ്പോൾ ഈ ആയ, കണ്ടിട്ടുള്ളതായ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ വേണ്ടിടത്തും വേണ്ടാത്തിടത്തുമൊക്കെ ആയ എന്ന പ്രയോഗം സാധാരണ പ്രസംഗകരൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഊന്നിപ്പറയുന്നതായിട്ടുള്ളതായ ഒരു വസ്തുത എന്നൊക്കെ അവർ പറയുന്നു. ഇതിനെ പ്രസംഗകരുടെ ജനദ്രോഹ പരിപാടി എന്നാണ് ലേഖകൻ പറയുന്നത്. ഇനി സ്ക്രീനിൽ കാണാം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില തെറ്റുകളെക്കുറിച്ചാണ്. ആദ്യത്തെ കോളത്തിൽ ശരിയായ രൂപവും രണ്ടാമത്തെ കോളത്തിൽ തെറ്റായ രൂപവുമാണ്. സംബോധനം ശരിയായ രൂപമാണ്. ചിലയിടങ്ങളിൽ അഭിസംബോധനം എന്നുപയോഗിക്കാറുണ്ട്. അത് തെറ്റാണ്. രണ്ടും ശരിയായ രൂപങ്ങൾ തന്നെയാണ്. ഇത് എവിടെയാണ് തെറ്റ് വരുന്നത്? ഒരു ഉദാഹരണത്തിന്, പ്രധാനമന്ത്രി ഭാരതീയ ജനതയെ അഭിസംബോധനം ചെയ്തു സംസാരിച്ചു എന്ന് പത്രത്തിൽ വരുന്നുണ്ട്. അത് തെറ്റാണ്. പ്രധാനമന്ത്രി ഭാരതീയരോട് സംസാരിച്ചു എന്ന് മതി. അഭിസംബോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ട് സംസാരിക്കുക എന്നാണ് അർത്ഥം. എന്നാൽ പ്രധാനമന്ത്രി ഇവിടെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നില്ലല്ലോ. അവിടെയാണ് ഇത് തെറ്റാവുന്നത്. ത്യക്തം തെറ്റായ രൂപം പരിത്യക്തം. സ്ഫുരിക്കുക, പരിസ്ഫുരിക്കുക, അത് തെറ്റാണ്. പ്രസിദ്ധ ആണ് ശരി. സുപ്രസിദ്ധ എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് തെറ്റാണ്. ഗാഠം ആണ് ശരി. അവഗാഠം എന്ന് ഉപയോഗിക്കാറുണ്ട്. അത് തെറ്റാണ്. ബോധം ആണ് ശരി. അവബോധം എന്നത് തെറ്റായ രൂപമാണ്. സ്പഷ്ടം എന്നതാണ് ശരി. പ്രസ്പഷ്ടം എന്ന് പറയേണ്ടതില്ല. സൂക്ഷ്മം ആണ് ശരി. സുസൂക്ഷ്മം എന്ന് പലരും പറയാറുണ്ട്. അത് തെറ്റായ രൂപമാണ്. സജ്ജം ആണ് ശരി. എന്നാൽ ചില ഇടങ്ങളിലൊക്കെ സുസജ്ജിതം, സജ്ജീകൃതം എന്നൊക്കെ എഴുതാറുണ്ട്. അതൊക്കെ തെറ്റാണ്. സമകാല സാഹിത്യം എന്നതാണ് ശരി. സമകാലീന സാഹിത്യം എന്ന് പറയേണ്ടതില്ല. ഹാർദം ആണ് ശരി. ഹാർദവം എന്നത് ശരിയല്ല. ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട്. അത് തെറ്റാണ്. ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ശരി. ഇങ്ങനെയാണ് വിശേഷണങ്ങളിൽ വരുന്ന തെറ്റുകളെക്കുറിച്ച് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി നമ്മൾ അനാവശ്യമായി ഒരു എന്ന ഒരു പദം ഉപയോഗിക്കാറുണ്ട്. അത് ഇംഗ്ലീഷിൽ നിന്നും കയറിക്കൂടിയതാണ് എന്നതാണ് ലേഖകൻ്റെ നിരീക്ഷണം. ഇംഗ്ലീഷിൻ്റെ പ്രേരണ കൊണ്ടാണ് ഇങ്ങനെ കടന്നുകൂടിയിരിക്കുന്നത് എന്ന് കുട്ടികൃഷ്ണമാരാരും നിരീക്ഷിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ സ്പാരോ ഈസ് എ ബേർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മലയാളത്തിൽ പറയുമ്പോൾ സ്പാരോ പക്ഷിയാണ് എന്നതാണ്. സ്പാരോ ഒരു പക്ഷിയാണ് എന്ന് പറയേണ്ടതില്ല. അതുപോലെ ഇൻ സേർട്ടൺ കൺട്രീസ് എന്നതിൻ്റെ മലയാള പരിഭാഷയായി ചില ആളുകൾ ചില പ്രത്യേക രാജ്യങ്ങളിൽ എന്നെഴുതാറുണ്ട്. അങ്ങനെ പറയേണ്ടതില്ല. ചില രാജ്യങ്ങളിൽ എന്ന് മതി. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എന്നത് അധികം എന്നതുപോലെ തന്നെ ഇവിടെ പ്രത്യേക എന്നത് അധികമാണ്. അതുപോലെ ഇറ്റ് മേ ബി റൈറ്റ് ഇറ്റ് ഇൻ എ പർട്ടിക്കുലർ കേസ് എന്ന ഇംഗ്ലീഷ് വാക്യത്തിന് മലയാളത്തിൽ ശരിയായ തർജ്ജമ ഒരിടത്ത് അത് ശരിയാകാം എന്നതാണ്.
ഒരു പ്രത്യേക കാര്യത്തിൽ അത് ശരിയാണെന്ന് വരാം എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്. ഒരു വാക്ക് തരുന്നു, അതിൻ്റെ ശരിയായ രൂപം എന്താണ് എന്നതാവും. ഒരു ഇംഗ്ലീഷ് വാക്യം തരും, അതിൻ്റെ ശരിയായ മലയാള പരിഭാഷ എന്താണ് എന്നതാവും ചോദ്യം. ഇപ്പോൾ പറഞ്ഞതൊക്കെ ആ രീതിയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തെറ്റായ രൂപമാണ് യാതൊരു എന്നത്. യാതൊരു കാര്യവുമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. യാതൊരു കാര്യവുമില്ലാതെ യാതൊരാളും എന്നൊക്കെ പറയാറുണ്ട്. യാതൊരു എന്നത് തെറ്റായ രൂപമാണ്. ഒരു എന്നത് മതി. സംസ്കൃതത്തെ അനുകരിച്ചുകൊണ്ടാണ് യാതൊരാൾ ഇന്നലെ ഇവിടെ വന്നുവോ, അയാൾ ഇന്നും വന്നു എന്നൊക്കെ അങ്ങ് പറയാറുള്ളത്. മലയാളത്തിൽ അങ്ങനെ പറയേണ്ടതില്ല. ഇന്നലെ വന്നയാൾ ഇന്നും വന്നു എന്ന് പറഞ്ഞാൽ തന്നെ ശരിയാണ്. പിന്നെ യാതൊരു എന്ന പ്രയോഗത്തിൻ്റെ ആവശ്യമില്ല. എങ്ങനെയാണ് പത്രഭാഷയിൽ ഗതികൾ അമിതമായി ഉപയോഗിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഇനി അങ്ങനെ ഒരു ചോദ്യം വരാം. അപ്പോൾ എന്താണ് ഗതി എന്ന് മനസ്സിലാക്കണം. വ്യാകരണപ്രകാരം നേരത്തെ സൂചിപ്പിച്ച വിഭക്തിയുടെ കൂടെ ചേർക്കുന്ന ഒരു പ്രത്യയമാണത്. ഒരു നാമത്തിൻ്റെ കൂടെയാണത് ചേർക്കുക, പ്രത്യേകിച്ചും അർത്ഥവിശേഷം കുറിക്കാൻ വേണ്ടി. ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് മനസ്സിലാവും. വീട്ടിൽ നിന്നു പോയി. ഇവിടെ നിന്നു എന്നത് ഗതിയാണ്. വീട്ടിൽ പോയി എന്നതിനെ അർത്ഥം സൂചിപ്പിക്കാൻ, അതിൻ്റെ അർത്ഥവിശേഷം കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് വീട്ടിൽ നിന്നു പോയി. വീട്ടിൽ പോയി എന്നതും വീട്ടിൽ നിന്നു പോയി എന്നതും രണ്ട് അർത്ഥമാണ് സൂചിപ്പിക്കുന്നത്. വഴിയിലൂടെ നടന്നു. ഇവിടെ ഊടെ എന്നത് ഗതിയാണ്. രണ്ടിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പദമാണ് അവിടെ, ഒരു പ്രത്യയമാണ് അവിടെ ഉപയോഗിക്കുന്നത്. കുറിച്ച്, പറ്റി എന്നതൊക്കെ അത്തരത്തിലുള്ള ഗതികളാണ്. ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം. നമുക്ക് ഇനി ആ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് എഴുതാറുണ്ട്. അത് ദീർഘിക്കുന്ന ഒരു സ്ഥൂലതയാണ്, വൃഥാസ്ഥൂലതയാണത്. അത് ഇങ്ങനെ എഴുതിയാൽ മതി, ഇനി നമുക്ക് ആ പ്രശ്നം ചർച്ച ചെയ്യാം എന്ന് മതി. ഇവിടെ കുറിച്ച് എന്ന ഗതി അധികമായി വരുന്നു. മറ്റൊരു ഉദാഹരണം, അക്കാര്യത്തെപ്പറ്റി അഭിപ്രായ ഭേദമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വാക്യമാണ്. അത് അക്കാര്യത്തിൽ മതഭേദമുണ്ടാകാം എന്നുപയോഗിച്ചാൽ പൂർണ്ണമായി. അപ്പോൾ എത്രത്തോളം വാക്കുകളാണ്, അക്ഷരങ്ങളാണ് അധികമുള്ളത് എന്ന് നോക്കൂ. കുറിച്ച്, പറ്റി എന്നതിനേക്കാൾ കൂടുതലായി ഉപയോഗിക്കുന്ന, ആവർത്തിച്ചു വരുന്ന ഒരു പദമാണ് സംബന്ധിച്ചിടത്തോളം എന്നത്. സംബന്ധിച്ചിടത്തോളം എന്ന വാക്ക് ഉപയോഗിക്കാത്ത ഒരു പ്രസംഗകനെയും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് നിരന്തരം ഉപയോഗിക്കാറുണ്ട്. ഇത് ആവശ്യമില്ലാത്ത ഒന്നാണ്, പ്രത്യേകിച്ചും പത്രഭാഷയിൽ അത് ആവശ്യമില്ല. ഇനി വിസന്ധികളെക്കുറിച്ചാണ്. വിസന്ധി എന്ന് പറഞ്ഞാൽ തെറ്റായ സന്ധി ബോധത്തെയാണ്, തെറ്റായ രീതിയിൽ സന്ധി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ്. ഈ തെറ്റും സംസ്കൃതത്തെ അനുകരിക്കുന്നത് കൊണ്ട് ഉണ്ടായി വരുന്നതാണ് എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ചുമതലാബോധം. അവിടെ ചുമതല എന്ന് ദീർഘമുണ്ട്. ചുമതല ബോധം എന്ന് മതി, ചുമതലാബോധം എന്ന് പറയേണ്ടതില്ല. അതുപോലെ വായ്പാനയം, വായ്പ നയം എന്നതാണ് ശരി. വായ്പാനയം എന്ന് ദീർഘിച്ച് വരേണ്ട ആവശ്യമില്ല. ഇത് സംസ്കൃതത്തിൽ നിന്നും കടം കൊണ്ട് അതിനെ അനുകരിച്ചു വരുന്ന ഒരു രീതിയാണ്. സന്ധ്യാദീപം എന്നതാണല്ലോ സംസ്കൃതത്തിൽ. സന്ധ്യ എന്ന് പറയുന്നതും ദീപം എന്ന് പറയുന്നതും സംസ്കൃത പദങ്ങളാണ്. അപ്പോൾ സന്ധ്യ എന്നത് അവിടെ പദത്തിൻ്റെ കൂടെയുള്ളതാണ് ആ ദീർഘം, അല്ലാതെ കൂടുതലായി വന്നു ചേർന്നതല്ല. അത് കണ്ടിട്ടാണ് മലയാളത്തിലും ചുമതലാബോധം എന്ന മട്ടിൽ ദീർഘം കടന്നു വരുന്നത്. ഇത് വൃഥാസ്ഥൂലതയാണ്, ഇത് പരിഹരിക്കേണ്ടതാണ് എന്നാണ് ലേഖകൻ്റെ അഭിപ്രായം. അതുപോലെ പത്രങ്ങളിൽ കടന്നു വരുന്ന അനാവശ്യ പദങ്ങളുണ്ട്, അതേക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാം. ശിഥിലീകരണ പ്രക്രിയ, ശിഥിലീകരണം എന്ന് മതി. പ്രത്യക്ഷപ്പെടുക എന്ന പ്രതിഭാസം, പ്രത്യക്ഷപ്പെടുന്നത് എന്ന് മതി. സ്ഥിതിവിശേഷം എന്ന് പറയേണ്ടതില്ല, സ്ഥിതി എന്ന് മതി. ഇവിടെ 3 തെറ്റായ വാക്യങ്ങളും അതിൻ്റെ ശരിയായ രൂപങ്ങളും കൊടുക്കുന്നുണ്ട്. ഭാഷാപരമായ സംസ്ഥാനങ്ങളുടെ ആവിർഭാവത്തോടെ
ഭാരതത്തിൽ ദേശീയതാബോധത്തിൻ്റെ ശിഥിലീകരണ പ്രക്രിയ ആരംഭിച്ചു എന്ന് ദീർഘമായി പറയുന്നത് തെറ്റാണ്. അതിന് ചുരുക്കി ഇങ്ങനെ എഴുതാം: ഭാഷാപര സംസ്ഥാനങ്ങളുടെ ആവിർഭാവത്തോടെ ഭാരതത്തിൽ ദേശീയബോധത്തിൻ്റെ ശിഥിലീകരണം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ മതിയാവും. അതുപോലെ ചതുപ്പുനിലങ്ങളിൽ രാത്രികാലങ്ങളിൽ അഗ്നിനാളങ്ങൾ പ്രത്യക്ഷപ്പെടുക എന്ന പ്രതിഭാസം അറുകൊലയെപ്പറ്റിയുള്ള അന്ധവിശ്വാസത്തിന് തുടക്കം കുറിച്ചു എന്നൊരു ദീർഘവാക്യം. അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നല്ലൊരു വാക്യമായിട്ടത് മാറും. ചതുപ്പുനിലങ്ങളിൽ രാത്രികാലങ്ങളിൽ അഗ്നിനാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതും അറുകൊലയെപ്പറ്റിയുള്ള അന്ധവിശ്വാസത്തിന് തുടക്കം കുറിച്ചു എന്ന് മതി. അതുപോലെ മറ്റൊരു വാക്യമാണ്: ശുചിത്വത്തെപ്പറ്റി ഗ്രാമീണർ സ്വയം ബോധവാന്മാരാകുന്ന സ്ഥിതിവിശേഷം സംജാതമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നത്. ഈ ദീർഘമായ വാക്യത്തെ ഗ്രാമീണർക്ക് ശുചിത്വബോധം ഉളവാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് ചുരുക്കി എഴുതാവുന്നതാണ്. എന്തിനു വേണ്ടിയാണ് ഈ സ്ഥിതിവിശേഷം, പ്രക്രിയ, പ്രതിഭാസം എന്നൊക്കെ ഉപയോഗിക്കുന്നത്? ഇത് സാമാന്യ ജനങ്ങളുടെ വായ്മൊഴിയിലില്ലാത്ത പദങ്ങളാണ്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരുകി കയറ്റി നമ്മുടെ ഭാഷയിൽ പ്രൗഢത സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണ്. ഇത് പരിഹാസ്യമാണ് എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. ഇനി നിപാതങ്ങളെക്കുറിച്ചാണ്. അതിന് ആദ്യം നിപാതം എന്താണ് എന്നറിയണം. രണ്ട് വാക്കുകളെയോ വാക്യങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നിപാതം. ഉദാഹരണത്തിന് അച്ഛൻ, അമ്മ, ഇത് രണ്ടും രണ്ടായി നിൽക്കുന്ന വാക്കുകളാണ്. അതിനെ പരസ്പരം ബന്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ന് ചേർക്കും. അച്ഛനും അമ്മയും. അവനോ അവളോ, അവൻ അവൾ എന്നീ രണ്ട് പദങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ അവനോ ഓ എന്ന് ചേർക്കും. അത് നിപാതമാണ്. ഇപ്പോൾ ഒരു വാക്യം പറയാം: കള്ളം പറയുകയോ മോഷ്ടിക്കുകയോ ചെയ്യരുത്. കള്ളം പറയുക, മോഷ്ടിക്കുക, ഇതിനെ പരസ്പരം ബന്ധപ്പെടുത്താൻ ഓ എന്ന നിപാതം ചേർക്കുന്നു. ഇതാണ് നിപാതം. ഏ, ഓ, എന്നിങ്ങനെയാണ് നിപാതങ്ങളുള്ളത്. ഇതിന് പല അർത്ഥങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇത് മനസ്സിലാക്കാതെയാണ് പോലും, കേവലം, മാത്രം എന്നൊക്കെ ഉപയോഗിച്ച് അക്ഷരം പെരുപ്പിക്കുന്നത്. വെള്ളമേ കുടിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ മതി, കേവലം വെള്ളമേ കുടിച്ചുള്ളൂ എന്ന് പറയേണ്ടതില്ല. അപ്പോൾ കേവലം എന്നത് അധികമാണ്. അതുപോലെ പണ്ഡിതന് പോലും കഴിയില്ല എന്ന് പറയാറുണ്ട്. ഇവിടെ പോലും എന്നത് അധികമാണ്, പണ്ഡിതനും കഴിയില്ല എന്ന് മതി. അതുപോലെ അധികമായിട്ട് ഉപയോഗിക്കുന്നതാണ് എങ്കിൽ പോലും, എങ്കിൽ തന്നെയും, എന്നിരുന്നാലും, എന്നിരുന്നാൽ തന്നെയും, എന്നാൽ പോലും, ഇങ്ങനെ ഊതി വീർപ്പിച്ച് പറയുന്ന ഒരു രീതിയുണ്ട്. ഇതൊക്കെ തെറ്റാണ്. എങ്കിലും, എന്നാലും, എന്നിട്ടും എന്നിങ്ങനെ ചെറിയ രൂപങ്ങൾ മതിയാകും. ഇനി ക്രിയാവിശേഷണങ്ങളിൽ വരുന്ന ചില തെറ്റുകളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഒരു വാക്യം പറയാം: ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി 1 മണിക്കൂർ കാത്തുനിന്നു. ഇതിൽ വേണ്ടി എന്നത് തെറ്റാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ 1 മണിക്കൂർ കാത്തുനിന്നു എന്നതാണ് ശരി. അതുപോലെ അനുപ്രയോഗങ്ങളുടെ സാധ്യതകളുണ്ട്. എങ്കിലും അതിന് അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന രീതിയും മലയാളത്തിലുണ്ട്, പത്രങ്ങളിലുണ്ട്. അനുപ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മലയാള ശൈലിയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഒരു പ്രധാനപ്പെട്ട ക്രിയയോടൊപ്പം അതിനോട് ചേർന്ന് നിന്ന് അതിന് ചില പ്രത്യേക അർത്ഥം കൽപ്പിക്കാൻ ഉപയോഗിക്കുന്ന സഹായക ക്രിയയാണ് അനുപ്രയോഗം. ഒരു ഉദാഹരണം പറയാം. വന്നു എന്ന് പറഞ്ഞാൽ അത് ക്രിയയാണല്ലോ. വന്നു പോയി എന്ന് പറഞ്ഞാലോ ഒരു പ്രത്യേക അർത്ഥം കിട്ടുന്നില്ലേ? വന്നു എന്ന അർത്ഥമല്ലല്ലോ വന്നുപോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഓടി എന്നത് ഒരു ക്രിയയാണ്, ഒരു പ്രയോഗമാണല്ലോ. അതിനോടൊപ്പം കളഞ്ഞു എന്ന് ചേർത്താൽ എന്ത് വരും? ഓടിക്കളഞ്ഞു. അപ്പോൾ ഓടി എന്ന അർത്ഥമല്ല ഓടിക്കളഞ്ഞു എന്നതിന് കിട്ടുന്നത്. അപ്പോൾ ഈ പോയി, കളഞ്ഞു എന്ന് പറയുന്നതൊക്കെ അനുപ്രയോഗമാണ്. തട്ടിക്കയറി, അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. ആ അർത്ഥം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? തട്ടി എന്നതോടൊപ്പം അനുപ്രയോഗമായ കയറി എന്നത് ചേർക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അനുപ്രയോഗം എന്ന് പറയുന്നത് അങ്ങനെ ക്രിയയോടൊപ്പം ചേർക്കുന്ന സഹായക ക്രിയയാണ്. നിർത്തിവെച്ചു, പറഞ്ഞു തന്നു, ഇതൊക്കെ അനുപ്രയോഗമാണ്. ഇതിന് ധാരാളം സാധ്യതകളുണ്ട് മലയാളത്തിൽ. എന്നാൽ അത് പത്രങ്ങളിൽ അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു ഉദാഹരണം ഇങ്ങനെയാണ് കൊടുത്തത്:
എന്നാൽ സ്കൂളുകൾ തുറക്കുമ്പോഴേക്ക് 100 ബസ്സുകൾ കൂടി റോഡിലിറക്കുമെന്ന് മന്ത്രി പ്രസ്താവിക്കുകയുണ്ടായി എന്നാണ്. ഈ പ്രസ്താവിക്കുകയുണ്ടായി എന്ന് പറയേണ്ടതില്ല, പ്രസ്താവിച്ചു എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ മറ്റൊരു ഉദാഹരണം, രാഷ്ട്രപതി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു എന്നതാണ്. അതിൽ എത്തിച്ചേർന്നു എന്ന് വേണ്ട, എത്തിച്ചേർന്നു എന്നത് തെറ്റാണ്, പകരം എത്തി എന്നത് മതി. ഇനി ചില സമസ്ത ക്രിയകളെക്കുറിച്ചാണ്. എന്താണ് എന്ന് ഉദാഹരണത്തിലൂടെ വിശദമാക്കാം. സന്ദർശനം നടത്തുക എന്ന് പറഞ്ഞാൽ കാര്യം നമുക്ക് മനസ്സിലായല്ലോ, ഒരാൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സന്ദർശനം നടത്തുക എന്നത് 2 പദങ്ങൾ അതിനകത്തുണ്ട്, സന്ദർശനം എന്നും നടത്തുക എന്നതും. ഇതിനെ നമുക്ക് ഒറ്റ വാക്കായിട്ട് പറയാമല്ലോ, സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർണ്ണമാണ്. അപ്പോൾ ഇങ്ങനെ 2ആയിട്ട് മുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നിലനിൽക്കുന്ന രൂപങ്ങൾ മലയാളത്തിലുണ്ട്, 2ആയിട്ട് തന്നെ നിലനിൽക്കുന്ന രൂപങ്ങളുണ്ട്. മുഖം കാണിക്കുക, ചെണ്ട കൊട്ടിക്കുക, തപസ്സിരിക്കുക തുടങ്ങിയവയൊക്കെ. ഇത് മാറ്റാൻ പക്ഷേ നിവൃത്തിയില്ല, കാരണം ഇത് ശൈലിയായി മാറിയിട്ടുണ്ട്, അതിനെ മാറ്റാൻ പറ്റില്ലല്ലോ. എന്നാൽ സന്ദർശനം നടത്തുക, പ്രസംഗം ചെയ്യുക മുതലായ വാക്കുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ 2ആയിട്ട് നിലനിർത്തേണ്ട ആവശ്യമില്ല, ഒന്നായിട്ട് കാണിക്കാവുന്നതാണ്, ഒന്നായിട്ട് എഴുതാവുന്നതാണ്. സന്ദർശിക്കുക, പ്രസംഗിക്കുക എന്നിങ്ങനെ. കാശ്മീർ സന്ദർശനം നടത്തി തിരിച്ചെത്തിയ മന്ത്രി എന്ന് പറയുന്നതിന് പകരം കാശ്മീർ സന്ദർശിച്ച് തിരിച്ചെത്തിയ മന്ത്രി എന്ന് മതി. മറ്റൊരു ഉദാഹരണം കൊടുക്കുന്നത്, അദ്ദേഹം അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നെഴുതിയാൽ അദ്ദേഹം എത്ര ശ്രദ്ധ ചെലുത്തിയിട്ടും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ പറ്റിയില്ല എന്നൊരു സൂചന അതിനകത്തുണ്ട്. എത്ര ശ്രദ്ധ ചെലുത്തിയിട്ടും ആ ശ്രമം പാഴായില്ല എന്നതിലേക്ക് ആ വാക്യം എത്തിച്ചേരുന്നില്ല. അതുകൊണ്ട് എന്താണോ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ച അർത്ഥം അത് വ്യക്തമാവണമെങ്കിൽ അദ്ദേഹം ശ്രദ്ധിച്ച് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയിരുന്നു എന്ന് തന്നെ എഴുതണം. ഇനി വാക്യത്തിൽ വാലുകൾ ചേർക്കുന്നതിനെക്കുറിച്ചാണ്. ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. തലശ്ശേരിയിൽ നടന്ന സംഘട്ടനങ്ങളിൽ പോലീസിൻ്റെ നിഷ്ക്രിയതയും ഒരളവ് വരെ സഹായകരമായിട്ടുണ്ടെന്ന് പറയാതെ തരമില്ല. ഈ വാക്യത്തിൽ അവസാനം പറഞ്ഞ പറയാതെ തരമില്ല എന്നത് ഒരു വാലാണ്. ഈ വാൽ ഈ വാക്യത്തിലെ അധികപ്പറ്റാണ്. ഇങ്ങനെ വാല് ചേർക്കുന്നത് ചില ആളുകളുടെ രീതിയാണ്. എന്നു പറയാതെ നിവൃത്തിയില്ല എന്ന കാര്യം നിർവിവാദമാണ് എന്നത് നിസ്തർക്കമാണ് എന്നിങ്ങനെയുള്ള വാലുകൾ സംഭാഷണങ്ങളിൽ പ്രസംഗത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. ഇതുപോലെ പ്രസംഗത്തിൽ കാണുന്ന ഒരു രീതിയാണ് ഉപക്രമങ്ങൾ ചേർക്കുക. വാലുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഉപക്രമങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, വെച്ചുകെട്ടില്ലാതെ പറഞ്ഞാൽ എന്നിങ്ങനെയൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. ഇതാണ് ഉപക്രമങ്ങൾ. ഇതും ഒരു നല്ല വാക്യത്തിൽ ചേരുന്ന രീതിയല്ല എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ദുഷ്പ്രതീതി ജനിപ്പിക്കുന്ന ഒന്നാണ്. അടുത്ത ഉദാഹരണം സമുച്ചയം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച. നേരത്തെ പറഞ്ഞല്ലോ, എന്ന ഒരു സമുച്ചയത്തിലൂടെ നമുക്ക് 2 പദങ്ങളെ ചേർത്ത് വയ്ക്കാൻ പറ്റും. ഒരു ഉദാഹരണം, അടിയും കൊണ്ട് പുളിയും തിന്നു പണവും ഒടുക്കി എന്നത് പ്രസിദ്ധമായ ഒരു ചൊല്ലാണ്. ഇങ്ങനെയാണത് പറയേണ്ടത്. പക്ഷേ അടി കൊള്ളുകയും പുളി തിന്നുകയും പണം ഒടുക്കുകയും ചെയ്തു എന്ന് ചില ആളുകൾ അങ്ങ് എഴുതിക്കളയും. അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് എന്ന് ചേർത്തുകൊണ്ട് വാക്യത്തെ ഒന്നുകൂടി ചുരുക്കുന്നത്. അടിയും കൊണ്ട് പുളിയും തിന്ന് പണവും ഒടുക്കി എന്ന രീതിയിൽ. എന്നത് വേണ്ടിടത്ത് ഉപയോഗിക്കാനും വേണ്ടാത്തിടത്ത് ഉപേക്ഷിക്കാനുമുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതിനൊരു ഉദാഹരണം, ഞാൻ വീട്ടിൽ വരികയും കുളിക്കുകയും ഊണ് കഴിക്കുകയും ചെയ്തിട്ട് ഉറങ്ങി. ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മലയാളി സാധാരണ പറയാറുള്ളത് ഞാൻ വീട്ടിൽ വന്ന് കുളിച്ച് ഉണ്ട് ഉറങ്ങി എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് പൂർണ്ണമാണ്. അപ്പോൾ വേണ്ടിടത്ത് അത് ഉപയോഗിക്കുകയും വേണ്ടാത്തിടത്ത് അത് ഉപേക്ഷിക്കുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇനി കർമ്മണി പ്രയോഗത്തെക്കുറിച്ചാണ്. മലയാളത്തിൽ കർമ്മണി പ്രയോഗം ആവശ്യമില്ല എന്നാണ് ലേഖകൻ പറയുന്നത്. അത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഒരു ചോദ്യമാണ്. 10 പേർ വെടിവെച്ചു കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതാണ് കർമ്മണി പ്രയോഗം.
അതിന് പകരം 10 പേർ വെടിയേറ്റു മരിച്ചു എന്ന് പറഞ്ഞാൽ ശുദ്ധമായ രൂപമായി. അതാണതിൻ്റെ ശരി. എന്നാൽ പത്രങ്ങളിലൊക്കെ ഈ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ, മുക്കിക്കൊല്ലപ്പെട്ടു എന്നൊക്കെ ഉള്ള രീതിയിൽ കാണാറുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് ലേഖകൻ പറയുന്നത്. കപ്പൽ മുക്കപ്പെട്ടു, 10 പേർ മുക്കിക്കൊല്ലപ്പെട്ടു എന്നൊക്കെ എഴുതുമ്പോൾ വികലമാവുകയാണ്. പകരം കപ്പൽ മുങ്ങി 10 ആൾ മുങ്ങി മരിച്ചു എന്ന് പറയുന്നത് മിതത്വമാണ്, ഭംഗിയുള്ളതാണ്, ദുഷ്പ്രതീതി ഇല്ലാത്തതാണ്. ചില ആളുകൾ പറയും കർമ്മണി പ്രയോഗം മലയാളത്തിൽ അനിവാര്യമായ ഒന്നാണ് എന്ന്. എന്നാൽ അത് ശരിയല്ല. ചില ആശയങ്ങൾ അവതരിപ്പിക്കാൻ കർമ്മണി പ്രയോഗത്തിലൂടെ മാത്രമേ സാധ്യമാവൂ എന്നതിനെ ലേഖകൻ തിരുത്തുന്നുണ്ട്. സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നവർ ഭാഗ്യശാലികളാണ് എന്നത് ഒരു കർമ്മണി പ്രയോഗമാണ്. എന്നാൽ ഈ കർമ്മണിയെ ഒഴിവാക്കി സ്നേഹിക്കപ്പെടുക എന്ന കർമ്മണി പ്രയോഗം ഒഴിവാക്കി ഈ വാക്യത്തെ മാറ്റാൻ സാധിക്കും. അതിന് പരിചയസമ്പന്നത ആവശ്യമുണ്ട്. അതെങ്ങനെയാണ്? സ്നേഹിക്കുകയും സ്നേഹപാത്രമാവുകയും ചെയ്യുന്നവർ ഭാഗ്യശാലികളാണ് എന്നെഴുതിയാൽ അത് ശരിയായി. ഇങ്ങനെ കർമ്മണിയെ ഒഴിവാക്കി ഭാഷയെ നന്നാക്കാം എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. ഇനി നാം പറയുന്നത് പൗനരുക്ത്യത്തെക്കുറിച്ചാണ്. എന്താണ് പൗനരുക്ത്യം? വീണ്ടും പറയുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ആവർത്തിച്ച് പറയുക, ആവർത്തനം വരിക. ഒരിക്കൽ പറഞ്ഞത് തന്നെ വീണ്ടും പറയുക. 2 തരത്തിലുണ്ട്, ശബ്ദ പൗനരുക്ത്യം എന്നും അർത്ഥ പൗനരുക്ത്യം എന്നും. ഒരിക്കൽ പറഞ്ഞതു തന്നെ വീണ്ടും പറയുന്നത് ശബ്ദ പൗനരുക്ത്യം. പറയാതെ സിദ്ധിക്കുന്ന കാര്യം എടുത്തു പറയുന്നതാണ് അർത്ഥ പൗനരുക്ത്യം. ഉദാഹരണം പറഞ്ഞാൽ അത് മനസ്സിലാവും. ശബ്ദ പൗനരുക്ത്യം എന്താണ് എന്ന് ഉദാഹരണത്തിലൂടെ പറയാം. എല്ലാ ആഴ്ച തോറും അവൻ വരാറുണ്ട്. അത് തെറ്റാണല്ലോ. എല്ലാ ആഴ്ചയും അവൻ വരാറുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അല്ലെങ്കിൽ ആഴ്ച തോറും അവൻ വരാറുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. എല്ലാ എന്നും തോറും എന്നും ആവർത്തിക്കേണ്ടതില്ല. അപ്പോൾ എല്ലാ എന്ന അർത്ഥം തന്നെയാണ് തോറും എന്ന് പറയുമ്പോഴും കിട്ടുന്നത്. അവിടെ പറഞ്ഞത് തന്നെ വീണ്ടും പറയുകയാണ്. ഇത് ശബ്ദ പൗനരുക്ത്യം. ഇനി അർത്ഥ പൗനരുക്ത്യമുണ്ട്. ഒരു ഉദാഹരണം പറയാം. അവളുടെ ഭാവിയെപ്പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. ഇവിടെ ഭാവിയെപ്പറ്റി ഓർത്ത് എന്ന് പറയണ്ട, അവളുടെ ഭാവിയെ ഓർത്ത് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പറയാതെ തന്നെ, പറ്റി എന്ന് പറയാതെ തന്നെ അർത്ഥം കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ പറ്റി എന്ന് പറയേണ്ടതില്ല, അവളുടെ ഭാവിയെ ഓർത്ത് എന്ന് പറഞ്ഞാൽ മതി. ഇത് അർത്ഥ പൗനരുക്ത്യം. ഒരു ഉദാഹരണം കൂടി അതേക്കുറിച്ച് പറയാം. പ്രധാനമന്ത്രി തൻ്റെ പത്നിയോടൊപ്പം എത്തിച്ചേർന്നു. പ്രധാനമന്ത്രി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവിടെ തൻ്റെ എന്നത് ആവശ്യമില്ല. അതിനകത്ത് തന്നെ അർത്ഥം ലഭിക്കുന്നതാണ്. ഇതാണ് അർത്ഥ പൗനരുക്ത്യം. ഇനി ലേഖകൻ സൂചിപ്പിക്കുന്നതിലേക്ക് കിടക്കാം. ചകിതൻ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടവൻ എന്നാണ്. ഭയപ്പെട്ടവനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ചകിതൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭയചകിതൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇത് ശബ്ദ പൗനരുക്ത്യത്തിന് ഉദാഹരണമാണ്. ഇത് വളരെ അപൂർവമായി കാണുന്നതാണ്. എന്നാൽ അർത്ഥ പൗനരുക്ത്യം സാധാരണമായി കാണുന്നതാണ്. കുറേ ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ആഭ്യന്തര കാര്യമന്ത്രി എന്ന് പറയേണ്ടതില്ല, ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ മതി. ഇനി പത്രങ്ങളിൽ കാണുന്ന മറ്റൊരു ഉദാഹരണം. ഡയസ്നോൺ പ്രശ്നം ഇന്നത്തെ യോഗത്തിലും ചർച്ച ചെയ്തെങ്കിലും അത് സംബന്ധിച്ച തർക്കം തുടരുകയാണ് എന്ന് എഴുതി കാണാറുണ്ട്. ഇവിടെ അതു സംബന്ധിച്ച എന്ന ആ ഭാഗം ഒഴിവാക്കാം. അപ്പോൾ വാക്യം തന്നെ അങ്ങ് ചുരുങ്ങിപ്പോകുന്നത് കാണാം. അർത്ഥം വ്യക്തവുമാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പക്ഷേ ഞാൻ പോയെന്നു വരാം എന്നൊരു വാക്യം. ഈ വാക്യത്തിൽ ഒരു പക്ഷേ എന്നത് ആവശ്യമില്ല. വരാം എന്ന് പറയുമ്പോൾ തന്നെ ഒരു അനിശ്ചിതത്വമുണ്ടല്ലോ. ഒരു പക്ഷേ എന്ന പദവും അവിടെ സൂചിപ്പിക്കുന്നത് ഇതേ അനിശ്ചിതത്വമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ എന്നത് ഈ വാക്യത്തിൽ നിന്ന് ഒഴിവാക്കാം. ഇനി പത്രത്തിൽ വന്ന മറ്റൊരു ഉദാഹരണം. പ്രശസ്ത പത്രപ്രവർത്തകനായ കുൽദീപ് നയ്യാർ മാതൃഭൂമിയിൽ ഒരു പംക്തി ആരംഭിക്കുന്നു. വരികൾക്കിടയിൽ എന്നാണ് പംക്തിയുടെ പേര്. ഇതാണ് പത്രത്തിൽ വന്ന വാക്യം. ഇതിൽ ഒരു തെറ്റുണ്ട്. ഇതിൽ രണ്ടാമത്തെ വാക്യം ആവശ്യമില്ല. രണ്ടാമത്തെ വാക്യം ഏതാണ്? വരികൾക്കിടയിൽ എന്നാണ് പംക്തിയുടെ പേര് എന്ന വാക്യം തന്നെ ആവശ്യമില്ല. ആദ്യത്തെ വാക്യം കഴിഞ്ഞ് ഒരു ഉദ്ധാരണ ചിഹ്നമിട്ട്
വരികൾക്കിടയിൽ എന്നെഴുതിയാൽ അത് പൂർത്തിയാവും. സ്ക്രീനിൽ അതിൻ്റെ ശരിയായ രൂപം ഇപ്പോൾ കാണാം. ഈ വാക്യത്തിൻ്റെ വിശദീകരണം എന്ന നിലയിൽ വന്ന മറ്റൊരു വാക്യം ഇങ്ങനെയാണ്: രാഷ്ട്രീയത്തിലെ സംഭവങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ഓരോ ആഴ്ചയും ഓരോ ലേഖനമാണ് അദ്ദേഹം എഴുതുക എന്നതാണ്. ഇതിലും തെറ്റുണ്ട്. ഓരോ ആഴ്ചയിലും ഓരോ ലേഖനമല്ലാതെ എന്നും ഒരേ ലേഖനം തന്നെ എഴുതില്ലല്ലോ. രാഷ്ട്രീയ സംഭവങ്ങൾ വിശകലനം ചെയ്ത് ഓരോ ആഴ്ചയും അദ്ദേഹം എഴുതുന്നു എന്ന് എഴുതിയാൽ തന്നെ അത് പൂർണ്ണമാണ്. അതിൻ്റെ തുടർച്ചയായി വന്ന വാക്യം നോക്കൂ: ആദ്യത്തെ ലേഖനം വ്യാഴാഴ്ചത്തെ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് എന്നതാണ്. നേരത്തെ തന്നെ സൂചിപ്പിച്ച വാക്യത്തിലുണ്ട് മാതൃഭൂമിയിലാണ് എഴുതുന്നത് എന്ന്. വീണ്ടും വീണ്ടും നമ്മൾ മാതൃഭൂമി എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യ ലേഖനം നാളെ എന്നെഴുതിയാൽ മതി. അതിൻ്റെ ശരിയായ രൂപം ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇങ്ങനെ വൃഥാസ്ഥൂലതയ്ക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പത്രങ്ങളിൽ നിന്നും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഈ ലേഖനം അവസാനിക്കുന്നതിന് മുമ്പ് ലേഖകൻ പത്രക്കാരോട് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, പത്രക്കാർ തങ്ങൾക്ക് സംതൃപ്തി കിട്ടാൻ വേണ്ടി തങ്ങളുടെ പാണ്ഡിത്യം അവതരിപ്പിക്കാൻ വേണ്ടി ചില വാക്കുകളും വാക്യങ്ങളും ഒക്കെ എഴുതുന്ന ഒരു രീതിയുണ്ട്. അത് അവസാനിപ്പിക്കണം. കാരണം പത്രം വായിക്കുന്നത് സർവ്വസാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. കഷ്ടിച്ച് കൂട്ടി വായിക്കാൻ കഴിവുള്ളവർ പോലും ഇന്ന് പത്രം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പത്രക്കാർ എന്ന് സ്വയം വിളിക്കുന്നവർ മലയാളത്തോട് അവജ്ഞ കാണിക്കുന്ന ആ സ്വഭാവം നിർത്തണം. സാധാരണ ശാസ്ത്രജ്ഞന്മാർ മാനസികമായി തനി നാട്ടിൻപുറത്തുകാരായിട്ടുള്ള മനുഷ്യരോട് ഒരു അകൽച്ച കാണിക്കാറുണ്ടല്ലോ. അത്തരം ഒരു അകൽച്ച പത്രക്കാരും കാണിക്കുന്നൊരു സ്വഭാവമുണ്ട്. അത് നിർത്തണം. സാധാരണക്കാരെ ഉദ്ദേശിച്ച് എഴുതുന്ന പത്രക്കാർ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോടാണ് ഇടപഴകുന്നത്. അതുകൊണ്ട് പത്രലേഖകർ സാധാരണ മനുഷ്യരോട് തീണ്ടാപ്പാടകലം പാലിക്കുന്ന പരിപാടി നിർത്തണം എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. പത്രങ്ങളിൽ വരുന്ന ഒട്ടേറെ തെറ്റുകൾ അദ്ദേഹം സൂചിപ്പിക്കുകയും അതിൻ്റെ ശരിയായ രൂപങ്ങൾ എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. 25ഓളം ഉദാഹരണങ്ങളാണ് അദ്ദേഹം ഈ ലേഖനത്തിൻ്റെ അവസാനത്തിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി ഈ പാഠഭാഗത്ത് ഈ വീഡിയോയിൽ പറയുന്നില്ല. ഉദാഹരണത്തിന് ഒരു 4 മാത്രം പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. 1. തോട്ടണ്ടി ഇറക്കുമതി നയത്തിൽ വ്യതിയാനം വരുത്തി എന്ന് പറയാറുണ്ട്. ഇവിടെ വ്യതിയാനം എന്നുള്ളത് മാറ്റി മാറ്റം വരുത്തി എന്നാക്കാം. നയവ്യതിയാനം ഇത്രയും പോലും പ്രാധാന്യം അർഹിക്കുന്നില്ല എന്ന് കാണാറുണ്ട്. അതിനെ നയമാറ്റം ഇത്ര പോലും പ്രധാനമല്ല എന്ന് മാറ്റി സുന്ദരമാക്കാം. ഇനി മറ്റൊരു വാക്യം: സീതാറാം തലശ്ശേരിയിലെ സ്വന്തം വീട്ടിലെത്തുകയും പിന്നീട് അപ്രത്യക്ഷനാവുകയും ചെയ്തതായി അറിവായിട്ടുണ്ട്. ഈ വാക്യത്തെ നമുക്ക് ഇങ്ങനെ തിരുത്താം: സീതാറാം തലശ്ശേരിയിൽ വീട്ടിൽ വന്നിട്ട് ഒളിവിലായി എന്ന് പറഞ്ഞാൽ മതി. സ്വന്തം വീട് എന്ന് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അറിഞ്ഞ കാര്യമാണല്ലോ പറയുന്നത്, അപ്പോൾ അറിവായിട്ടുണ്ട് എന്നും പറയേണ്ട ആവശ്യമില്ല. അപ്രത്യക്ഷനായി എന്ന് പറയുന്നത് കേട്ടാൽ വിചാരിക്കും ഇയാൾക്ക് ഇന്ദ്രജാലം വല്ലതും വശമുണ്ടോ എന്ന്. അതുകൊണ്ട് അതിനൊന്നും നിൽക്കണ്ട. സീതാറാം തലശ്ശേരിയിൽ വീട്ടിൽ വന്നിട്ട് ഒളിവിലായി എന്ന് പറഞ്ഞാൽ മതി. ഒരു ഉദാഹരണം കൂടി പറയാം: ബസ്സും കാറും കൂട്ടിമുട്ടി 3 പേർ മരിച്ചു. ഈ വാക്യത്തെ ബസ്സും കാറും കൂട്ടിമുട്ടി 3 മരണം എന്നെഴുതി ശരിയാക്കാം. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അത് ടെക്സ്റ്റ് നോക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുമല്ലോ. പരീക്ഷയ്ക്ക് തെറ്റായ ഒരു വാക്യം തന്ന് ശരിയാക്കാനുള്ള ഒരു നിർദ്ദേശമായിരിക്കും തരുന്നുണ്ടാവുക. അതുകൊണ്ട് ആ ഭാഗം പ്രത്യേകം വായിച്ച് പഠിക്കുക തന്നെ വേണം. ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താണ് വൃഥാസ്ഥൂലത, പലതരത്തിലുള്ള വൃഥാസ്ഥൂലതകളെക്കുറിച്ചാണ്. ഇങ്ങനെയുള്ള വൃഥാസ്ഥൂലതകൾ ഒഴിവാക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു പത്രത്തിൽ 8 പേജുണ്ടെങ്കിൽ 4 പേജെങ്കിലും പരസ്യം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ വൃഥാസ്ഥൂലത ഒഴിവാക്കി അര പേജെങ്കിലും നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും. ആ സ്ഥലത്ത് നമുക്ക് കൂടുതൽ വാർത്തകൾ കൊടുക്കാം, അല്ലെങ്കിൽ ലേഖനങ്ങളോ പരസ്യത്തിനെങ്കിലോ പ്രയോജനപ്പെടും. 12.5% പത്രസ്ഥലം ഇതുപോലെ വൃഥാസ്ഥൂലത കൊണ്ട് നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ലേഖകൻ കണ്ടെത്തുന്നത്. വൃഥാസ്ഥൂലത കാരണം ഒരു വായനക്കാരന് 15 മിനിറ്റ് നഷ്ടം വരുന്നു എന്ന് കണക്കാക്കിയാൽ
ലക്ഷക്കണക്കിന് വായനക്കാർക്ക് മൊത്തത്തിൽ വരുന്ന നഷ്ടം പത്രഭാഷയിൽ പറഞ്ഞാൽ എത്ര ഭീമമാണ് എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. ഈ പൊതുജനദ്രോഹം കണക്കിലെടുത്തെങ്കിലും ഇങ്ങനെയുള്ള വൃഥാസ്ഥൂലത ഒഴിവാക്കാൻ പത്രക്കാർ ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. പത്രക്കാരോട് മാത്രമല്ല, അദ്ദേഹം പുസ്തകം എഴുതുന്ന ആളുകളോടും പറയുന്നുണ്ട്, എഴുത്തുകാരോടും പറയുന്നുണ്ട്. പുസ്തകമെഴുത്തുകാരുടെ കാര്യത്തിലും വൃഥാസ്ഥൂലത ഒഴിവാക്കാനാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. എഴുത്തുകാർക്ക് കടലാസ് ലാഭിക്കാം, പുസ്തകത്തിൻ്റെ വിലയും കുറയ്ക്കാം, വായനക്കാർക്ക് ധനനഷ്ടവും സമയനഷ്ടവും ഒഴിവാക്കാം എന്നും അദ്ദേഹം പറയുന്നു. നമുക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.